3 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള വിചിത്രമായ ഒരു കേസിലാണ് മുൻ മന്ത്രിയും നിലവിലെ എംഎൽഎയുമായ ആന്റണി രാജു കുറ്റക്കാരനെന്ന് കണ്ടെത്തി കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ തിരിമറി നടത്തി വിദേശ പൗരനായി പ്രതിക്ക് രക്ഷപ്പെടാൻ അഭിഭാഷകൻ അവസരമൊരുക്കിയെന്നാണ് കേസ്. കോടതി ജീവനക്കാരൻ ഒന്നാം പ്രതിയും മുൻ മന്ത്രി രണ്ടാം പ്രതിയുമായ കേസ് കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ അപൂർവമായിരിക്കും. പ്രതിഭാഗം അഭിഭാഷകന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്ന അന്വേഷണ സംഘത്തിനൊടുവിൽ സത്യം തെളിയിക്കാനായി. തൊണ്ടി മുതൽ തിരിമറി കേസിൽ സത്യം തെളിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് കേസ് അന്വേഷിച്ച മുൻ SP കെ ജയമോഹൻ പറയുന്നു. വർഷങ്ങൾ നീണ്ട കേസിൽ പ്രതിയെ ശിക്ഷിക്കുന്ന വിധിയിലേക്ക് എത്തിച്ചതിൽ നീണ്ട അന്വേഷണങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും വലിയ പങ്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കേസ് തന്റെ കരിയറിനെ പോലും നിർണ്ണയിച്ച ഒന്നാണെന്നും മുൻപത്തെ മയക്കുമരുന്ന് കേസിലെ വിധി അത്യന്തം വേദനാജനകമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. പുതിയ വിധി നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പോറ്റി വഴി സുപ്രീം കോടതിയിൽ നൽകിയ അപേക്ഷയും ഹൈക്കോടതി വിജിലൻസിൽ നൽകിയ പരാതിയുമാണ് കേസിലെ അന്വേഷണത്തിന് തുടക്കം കുറിച്ചത്. ഈ വിജിലൻസ് അന്വേഷണത്തിലൂടെയാണ് കോടതിക്കുള്ളിൽ തന്നെ തിരിമറി നടന്നുവെന്ന് വ്യക്തമായതും തുടർന്ന് സെഷൻസ് കോടതിയുടെയും ഹൈക്കോടതിയുടെയും നിർദ്ദേശപ്രകാരം വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതും. വഞ്ചൂർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് ചില കാരണങ്ങളാൽ ഇടക്കാലത്ത് നിലച്ചുപോയെങ്കിലും പിന്നീട് മുൻ DGP സെൻകുമാർ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിലൂടെയാണ് കേസ് പുനരുജ്ജീവിക്കപ്പെട്ടത്. ഇത് പിന്നീട് കുറ്റപത്രം സമർപ്പിക്കുന്നതിലേക്കും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നടന്ന വിവിധ നിയമ നടപടികളിലേക്കും നയിച്ചു. സത്യം തെളിയിക്കാനായതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ വലിയ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ കേസിനെ സജീവമായി നിലനിർത്തുന്നതിൽ മാധ്യമപ്രവർത്തകനായ അനിൽ ഇമ്മാനുവലിന്റെ നിരന്തരമായ ഇടപെടൽ നിർണായകമായിരുന്നുവെന്നും ജയമോഹൻ ചൂണ്ടിക്കാട്ടി. കേവലം ഒരു വാർത്തയ്ക്കപ്പുറം ഗൗരവതരമായ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിലൂടെ കേസിലെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ അദ്ദേഹം പ്രകടിപ്പിച്ച ആത്മാർത്ഥത പ്രശംസനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഹൈക്കോടതി വിജിലൻസ് വിഭാഗത്തിൽ നിന്ന് വിരമിച്ച SP ജോസഫ് സാജുവിനെയും സത്യം പുറത്തു കൊണ്ടുവരാൻ സഹായിച്ച മറ്ററിയപ്പെടാത്ത ആളുകളെയും മാധ്യമപ്രവർത്തകരെയും ജയമോഹൻ സ്മരിച്ചു. പ്രതി ശിക്ഷിക്കപ്പെട്ടു എന്നതിലുപരി സത്യം വിജയിച്ചു എന്നതാണ് പ്രധാനമെന്ന് അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് കേസിന്റെ അന്വേഷണ വേളയിൽ തന്നെ വിചാരണ കോടതിയിൽ തൊണ്ടി മുതലിൽ കൃത്രിമം നടന്നതായി സംശയമുണ്ടായിരുന്നുവെങ്കിലും അന്ന് കോടതി അത് അംഗീകരിച്ചിരുന്നില്ല. ഈ കേസ് തന്റെ കരിയറിനെ പോലും നിർണ്ണയിച്ചതാണെന്നും അദ്ദേഹം ഓർത്തെടുത്തു. ഓസ്ട്രേലിയയിലേക്ക് കടന്ന പ്രതി സാൽവദോർ സെർവലി അവിടെ ഒരു കൊലക്കേസിൽ പെട്ടു. മെൽബൺ റിമാൻഡ് സെന്ററിൽ തടവിൽ കഴിയുമ്പോൾ സഹതടവുകാരനോട് കേരളത്തിലെ കേസിൽ അഭിഭാഷകന്റെയും കോടതിയിലെ ക്ലർക്കിന്റെയും സഹായത്തോടെ അടിവസ്ത്രം മാറ്റി കുറ്റവിമുക്തനായ കാര്യം ആൻഡ്രൂ പറയുകയുണ്ടായി. സഹതടവുകാരൻ ഈ വിവരം കൊലക്കേസ് അന്വേഷിച്ച ഡിറ്റക്റ്റീവ് സംഘത്തിനോട് പറഞ്ഞു. 1996 ജനുവരി 25-ന് രേഖപ്പെടുത്തിയ ഈ മൊഴി കാൻബറയിലെ ഇന്റർപോൾ യൂണിറ്റ് ഇന്ത്യയിലെ ഇന്റർപോൾ യൂണിറ്റായ CBIക്ക് അയച്ചു. CBIയുടെ ഡൽഹി ആസ്ഥാനത്ത് നിന്നാണ് ഈ കത്ത് കേരള പോലീസിന് ലഭിക്കുന്നത്. ഈ കത്ത് കണ്ടെടുത്തതോടെ കേസിൽ കൃത്രിമം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ അന്വേഷണ ഉദ്യോഗസ്ഥനായ CI കെ ജയമോഹൻ 1994 വിജിലൻസിൽ പരാതി നൽകി. യഥാർത്ഥ അടിവസ്ത്രം ജൂനിയർ അഭിഭാഷകൻ ആന്റണി രാജു കോടതി ജീവനക്കാരനായ ജോസിന്റെ സഹായത്തോടെ എടുത്തു മാറ്റിയെന്നായിരുന്നു പരാതി. 3 വർഷത്തെ പരിശോധനയ്ക്ക് ശേഷം ഇക്കാര്യം അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവായി. ആന്റണി രാജു, ജോസ് എന്നിവരായിരുന്നു 1ഉം 2ഉം പ്രതികൾ. ഇതിനിടെ ആന്റണി രാജു MLAയുമായി. 2005 കേസ് പുനരന്വേഷിക്കാൻ IG ആയിരുന്ന TP സെൻകുമാർ ഉത്തരവിട്ടു. 2006 വഞ്ചൂർ കോടതിയിൽ കുറ്റപത്രം നൽകിയെങ്കിലും 8 വർഷം കേസ് വെളിച്ചം കണ്ടില്ല. 2014 പ്രത്യേക ഉത്തരവിറക്കി കേസ് നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റി. വിചാരണയിൽ ആന്റണി രാജു ഹാജരാകാത്തതിനാൽ കേസ് നിരന്തരം മാറ്റിവെക്കേണ്ടി വരുന്നുവെന്നും ആരോപണം. 22 തവണയാണ് കേസ് പരിഗണിച്ചത്. നെടുമങ്ങാട് കോടതിയിൽ വിചാരണ അന്തിമഘട്ടത്തിലെത്തിയപ്പോൾ വഞ്ചനാ കുറ്റം കൂടി പ്രതികൾക്കെതിരെ ചുമത്തണമെന്നാവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകനായ അനിൽ ഇമ്മാനുവൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് ഈ വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയാണ് വിചാരണ പൂർത്തിയാക്കിയത്. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ആന്റണി രാജു സുപ്രീം കോടതി വരെ പോയെങ്കിലും വിചാരണ പൂർത്തിയാക്കാനാണ് കോടതി ആവശ്യപ്പെട്ടത്. കേസിൽ 29 സാക്ഷികൾ ഉണ്ടെങ്കിലും 19 പേരെ മാത്രമാണ് വിസ്തരിച്ചത്. കുറ്റപത്രം സമർപ്പിച്ചത് 13 വർഷം കഴിഞ്ഞാണ്. ഒരു വർഷത്തിനകം വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്ന സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവിനെ തുടർന്നാണ് ഒടുവിൽ കേസിൽ വിധി വന്നത്.